നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കുഞ്ഞ് എനിക്ക് എല്ലാത്തിലും വലുത്. കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഈ വീട്ടില് എന്നെ കൂടി ജീവിക്കാൻ അനുവദിക്കണം. എന്റെ വീട്ടുകാരും എന്റെ ഭാര്യ പോലും എതിർത്തിട്ടും നിന്റെ ദയനീയ അവസ്ഥ കണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഈ കുടുംബത്തിൽ കാട്ടിക്കൂട്ടിയ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് നിന്നെ ഇവിടെ നിർത്തി. നല്ല രീതിയിൽ ഒരു വിഷമവും കൂടാതെ നിന്നോട് പിരിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പലതും ക്ഷമിച്ചു. എന്നിട്ട് നീ എന്താടി എനിക്ക് തിരിച്ചു തന്നത്? കാർത്തി മോനെ, എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചെന്ന് നീ ഒന്ന് തുറന്നു പറയേ. ഇന്ന് നിന്റെ അവസാനമാ. ഇപ്പൊ നീ ഇവിടെ ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നോളയും. മോനെ കാർത്തി, എന്താണ് കാര്യമെന്ന് നീ തെളിച്ചു പറയും. ഇവൾക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം സഹിച്ചു. ഭാര്യയെ നിലയ്ക്ക് നിർത്താനോ അവളെ സ്നേഹിക്കാനോ പറ്റാത്തൊരു ഭർത്താവാക്കി ഇവളെന്നെ മാറ്റി. പബ്ലിക്കിന് മുന്നിൽ ഇവളെന്നെ നാണം കെടുത്തി, എന്നെ ഒരു പിടിപ്പ് കിട്ടവനാക്കി മാറ്റി. ഇത്രയൊക്കെ ദ്രോഹം എന്നോട് കാണിച്ചിട്ടും ഒരു പെണ്ണല്ലേ, എന്നോടൊപ്പം കഴിഞ്ഞവളല്ലേ എന്ന് കരുതി ഞാൻ ഇവളോട് ക്ഷമിച്ചു. കാർത്തിയേട്ടാ, നിങ്ങൾ കൗൺസിലിംഗിന് പോയിട്ട് എന്തായി? ഞങ്ങൾക്ക് എല്ലാവർക്കും അതാ അറിയേണ്ടത്. ഡിവോഴ്സിന് സമ്മതിച്ച് കൗൺസിലിംഗിന് പോയ ഇവൾ കൗൺസിലറുടെ മുന്നിലെത്തിയപ്പോ കാല് മാറി. ഇവൾ നേരം നിറയില്ലാത്ത ഇവൾ തീരുമാനം മാറ്റി. എന്താ ഇവൾ കൗൺസിലറുടെ മുന്നിൽ പറഞ്ഞെന്നറിയോ? എനിക്ക് ഇവളുമായിട്ട് പിരിയാൻ യാതൊരു താല്പര്യമില്ലെന്ന്. എന്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് നിർബന്ധിക്കുന്നതെന്ന്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ചാർട്ട് ചെയ്ത് വെച്ച പ്ലാനിംഗ് ഓടെയാ ഇവളിവിടെ നിൽക്കുന്നതെന്ന്. ഇവള് ഓന്തിനെ പോലെ നിറം മാറുമെന്ന്, ഇവള് വിഷം ചീറ്റുന്ന ജന്തുവാണെന്ന്. അങ്ങനെ ഞാൻ ഇവളെ വെറുതെ വിടില്ല. ഇവളുടെ ഉദ്ദേശമൊന്നും ഇനി ഈ വീട്ടിൽ വില പോവില്ല. ഞാൻ മീനാക്ഷിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയാണെന്ന് ഇവൾക്കറിയാം. പിന്നെന്തിനാ ഇവള് കൗൺസിലറുടെ മുന്നിൽ തകിടം മറിഞ്ഞത്? ഇവളുടുമ്പ പൊന്നുടുമ്പല്ല, കാട്ടുടുമ്പ്. പേടി വീണാ പിന്നെ വിടത്തില്ല. ഇവള് മീനാക്ഷിയുടെ ചോര കുടിക്കും, കാർത്തിയേയും കൊണ്ടുപോകും. നീ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചതിക്കുമായിരുന്നു അല്ലേടി? ഡിവോഴ്സിന് സമ്മതിച്ചാ നീ ഇത്രയും കാലം ഇവിടെ നിന്നത്. എന്നിട്ട് ഒടുവിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചങ്ങ് വിഡ്ഢികളാക്കി മാറ്റാമെന്ന് നീ കരുതിയല്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത് കാർത്തിയോടാ. നിനക്ക് അങ്ങനെ സംസാരിക്കാൻ കാർത്തി നിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. കാർത്തി ഞങ്ങളുടെ മകനാ. അതിനേക്കാൾ ഉപരി മീനാക്ഷിയുടെ ഭർത്താവാ. അവക്ക് സംസാരിക്കാനുള്ള എന്താ വെച്ചാ കേക്കട്ടെ. നിനക്കെന്താണ് പുതുതായിട്ട് പറയാനുള്ളത്? എന്റെ കുഞ്ഞ് എനിക്ക് എല്ലാത്തിലും വലുത്. കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഈ വീട്ടില് എന്നെ കൂടി ജീവിക്കാൻ അനുവദിക്കണം. അതൊന്നും സാധ്യമല്ല. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ പ്ലീസ്. അവള് പുതിയ ഡിമാൻഡായിട്ട് വന്നിരിക്കേപ്പ. അല്ല, ഓ, പല തരികടകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ പോലുള്ള കാഞ്ഞര വിത്ത്. ഇവൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു ഇത്തരം വേലകളൊക്കെ? ഇനി നിന്റെ ഒരാവശ്യം അംഗീകരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കാർത്തിയുടെ ഭാര്യ ആവാനുള്ള മോഹമായിട്ടൊന്നും അല്ല. നീ മോഹിച്ചാലും ഞാനത് അംഗീകരിച്ചിട്ട് വേണ്ടേ? എന്നെ നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന്റെ അമ്മയായിട്ടൊന്ന് കണ്ടാ മതി. കുഞ്ഞിന്റെ അമ്മയുടെ അവകാശം ഒന്നും നീ ഏറ്റെടുക്കണ്ട. കുഞ്ഞിന്റെ അമ്മ ഞങ്ങളുടെ മകൾ മീനാക്ഷിയാ. കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങിയതോടെ കുഞ്ഞിനോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു വാത്സല്യ.
എനിക്ക് വൈഗ മോളെ വിട്ടുപിരിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്റെ ആങ്ങളുടെ കൂടെ ഒളിച്ചോട് പോയി എന്തിനാ? അവന്റെ ജീവിതം കുളം തോണ്ടാനോ? ആ കഥ വേറെ. കഥയെല്ലാം ഒന്ന് തന്നെ. ആരും എന്നെ അടിച്ചമർത്താനോ ഭീഷണിപ്പെടുത്താനോ വരണ്ട. വൈകമോളെ എനിക്ക് എന്റെ സ്നേഹ ദൗർബല്യ. കുട്ടിയെ വിട്ടു പിരിഞ്ഞ് ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല. നീ ഒരു കാര്യം ചെയ്, നീ പോയി തൂങ്ങിച്ചാവ്. കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എന്ത് ധിക്കാരമാ ഞങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ നിനക്കറിയാമോ? ഞാൻ ചോദിച്ചത് എങ്ങനെ തെറ്റാവും? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാർത്തി മീനാക്ഷിയും ഭാര്യ ഭർത്താക്കന്മാരാ. അവർക്ക് ഇനിയും കുട്ടികളുണ്ടാവും. പിന്നെ എന്തിനാ എന്റെ കുഞ്ഞിനെ വേണോന്ന് ഇത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നത്? ഡേ, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. നിന്റെ ഒരാവശ്യം ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല. ഒരു പരിഗണനയും നിനക്കെന്നെ കിട്ടാനും പോകുന്നില്ല. എങ്കി ഈ മൈഥിലിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണാൻ പോവാ. എന്നെ തോൽപ്പിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ പേടിച്ച് വിറച്ചൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ ഡ്രാമയാ. എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കേ അറിയൂ. ഞാൻ പറഞ്ഞത് വളരെ ജനുവിനായ കാര്യമാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നീതി എന്റെ ഭാഗത്താണെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. കുട്ടിയെ എനിക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രസവിച്ച എന്റെ പാല് കുടിക്കുന്ന എന്റെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താലേ നിങ്ങൾ തുള്ളിക്കൊണ്ട് കുട്ടിയെ എന്റെ കൈ കൊണ്ടു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.